നിനക്കൊരു റോസിനറിയും? ബൈ ദ വേ, ഞാൻ ജെയിംസ് ഫ്രം CBI. റോസിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. സോ അത് ചോദിച്ചറിയാൻ വേണ്ടി വന്നു. കുറേ കാലത്തെ പരിചയമൊന്നുമില്ല, എന്നാലും പരിചയമുള്ള കാലത്തൊക്കെ ഞാൻ അവളെ കുറേ സ്നേഹിച്ചിരുന്നു. തീർച്ചയായിട്ടും റോസിൻ്റെ മരണത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്. സോ റോസിനെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാമോ? ജസ്റ്റ് സേ ഇറ്റ്. ഒരുപക്ഷെ അവൾക്ക് വേണ്ടി ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതായിരിക്കും. ഞാനിന്ന് ലേക്ക് വ്യൂ ഗസ്റ്റ് ഹൗസിൽ പത്രമിടാൻ പോകുന്ന കാലം. എൻ്റെ പരിചയത്തിൽ അവിടെ എനിക്കൊരു വിനുവിനെ മാത്രമേ അറിയുള്ളൂ. ഞാനവിടെ അടിച്ചു വരാനും ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കുന്ന ആളാണ്. രാവിലെ തന്നെ ഞാൻ അവിടെ എത്തും, 8 മണിക്ക് മുമ്പ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പത്രമിട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് പുല്ലിലൊരു വെള്ള ചുരിദാറിട്ടൊരു പെൺകുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചു. അന്ന് എനിക്ക് മുഖം കാണാൻ പറ്റിയില്ല. ഞാനൊന്ന് തിരിഞ്ഞു നോക്കി, എന്നിട്ട് ഞാൻ പോയി. അവളെ കാണാൻ വേണ്ടി ഞാൻ വീണ്ടും അവിടേക്ക് പോയി. പക്ഷേ ഇവിടെ ആരൊക്കെയാ താമസം? എന്താണ്? ചുമ്മാ അറിയാനാ. വടക്ക് നിന്ന് വന്നവരാണ്. പിന്നെ ഇവിടുത്തെ മുൻകൂർ വാടകയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാ കേട്ടെ.
കൂടെ ഒരു സത്വം പോലത്തെ ഒരു സ്ത്രീയുണ്ട്. ഭയങ്കര ദേഷ്യക്കാരിയാണ്. വീണ്ടും പിറ്റേന്ന് പത്രടാൻ വന്നപ്പോൾ അവളുണ്ട് അവിടെ പുറത്തു നിൽക്കുന്നു. അവളെ അപ്പോൾ തന്നെ കാണണമെന്ന് എനിക്ക് തോന്നി. ഞാൻ തിരിച്ചുപോയി. അപ്പോഴാണ് ഞാൻ അവരെ കണ്ടത്. क्या അവളെ കാണണം. क्या चाहिए? कौन है तुम? ഓർഡർ. ओ एक मिनट. അവളോട് സംസാരിക്കാൻ എനിക്ക് എവിടെ നിന്നാണ് ധൈര്യം വന്നതെന്ന് അറിയില്ല. എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയതുപോലെയായിരുന്നു. അവൾ വന്നു പണ്ടെപ്പോഴും കണ്ടുമറന്ന ഒരാളെ പോലെ ഒരപരിചിത്വവും കാണിക്കാതെ എന്നോട് സംസാരിച്ചു തുടങ്ങി. എൻ്റെ ധൈര്യമെല്ലാം തിരിച്ചു വന്നു. എൻ്റെ മുഖം തെളിഞ്ഞു. ഞങ്ങൾ പലതിനെപ്പറ്റിയും സംസാരിച്ചു. അവളെപ്പറ്റി പലതും അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൾ എന്നെപ്പറ്റി തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പേര്, എൻ്റെ വീട്, എൻ്റെ ജോലി എല്ലാം. സമയം പോയതറിഞ്ഞില്ല. ഏകദേശം ഒരു ഉച്ചയായെന്ന് തോന്നുന്നു. ആ സ്ത്രീ വീണ്ടും വന്നു. അവർക്കെന്നെ തീരെ പിടിച്ചില്ല എന്ന് തോന്നുന്നു. തീരെ സ്നേഹമില്ലാത്തൊരു മുഖഭാവം. അവരെ കണ്ടതും അവൾ എൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് പോയി. പക്ഷെ വീണ്ടും അതൊന്നും വകവയ്ക്കാതെ അവളെ പോയി കണ്ടു. പലപ്പോഴും ആ ഗസ്റ്റ് ഹൗസിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഞാൻ അവളെ കാണിച്ചു കൊടുത്തിരുന്നു. അവൾ പറഞ്ഞിരുന്നു എന്നോട് എൻ്റെ സാന്നിധ്യം അവൾക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം വരുന്ന വഴിക്ക് ഞാൻ കണ്ട കുറച്ച് കടലാസ് പൂക്കൾ കയ്യിലൊരു ബൊക്ക പോലെയാക്കി ഞാൻ അവൾക്ക് കൊണ്ടു കൊടുത്തു. അതിലൂടെ എൻ്റെ ഇഷ്ടം അറിയിക്കുക എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ആ പൂ കണ്ടത് ആദ്യം അവളുടെ മുഖത്ത് ഞാൻ വളരെ സന്തോഷം കണ്ടു. പിന്നീട് ആ സന്തോഷം മെല്ലിനെ മെല്ലിനെ ഓരോ കണ്ണുനീർ തുള്ളിയായി. അവളൊന്ന് കരഞ്ഞു. പിന്നീട് ഒന്നും പറയാതെ അവൾ എഴുന്നേറ്റ് പോയി. എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ കാരണം. ഞാൻ ഒരുപാട് എന്നെ തന്നെ ശപിച്ചു. Hey! അതെ, അവർ രാവിലെ 4 മണിക്ക് പോയല്ലോ. പോയോ? പോയി.
നിനക്ക് തന്നെ ഒരു കത്ത് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വരാം. ഇതാ നിനക്ക്. എനിക്കും കിട്ടിയ ഒരു 100 രൂപ. വേട്ടെ. നാളെ ഞാൻ പറയണമെന്നായിരുന്നു കരുതിയത്. പക്ഷെ പറ്റിയില്ല. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരുന്നുവെന്ന്. അന്ന് നിങ്ങൾ എനിക്ക് ആ കടലാസ് പൂക്കൾ തന്നിരുന്നപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. എൻ്റെ ചെറുപ്പത്തിലെ എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു. എൻ്റെ കുട്ടിക്കാലം ഒരു ബന്ധുവീട്ടിലായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരാളിനെ പിറകിലൂടെ വന്ന് പിടിച്ചു. ഞാൻ കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ഞാൻ തളർന്നുപോയി. പിന്നീട് എന്നിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. എന്നെ അവർ പുറത്താക്കി. പിന്നീടാണ് ഞാൻ ദീദിയുടെ അടുത്തെത്തിയത്. ദീദി എന്ന് പറയുന്നത് അന്ന് നിങ്ങൾ കണ്ട ആ സ്ത്രീയാണ്. പക്ഷെ അവിടെയും ഞാൻ ചൂഷണം ചെയ്യപ്പെട്ടു. ദീദിയുടെ നിർബന്ധപ്രകാരം ഏതൊരു നേതാവിൻ്റെ കച്ചവട വസ്തുവെ തീരാനായിരുന്നു ഇത്ര ദിവസം ഞാൻ ഇവിടെ നിന്നത്. നിങ്ങളുടെ സ്നേഹം ഞാൻ അറിയുമ്പോഴും എനിക്കറിയാമായിരുന്നു ഞാൻ നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന്. കടലാസ് പൂക്കൾ പോലെ വഴിയരികിലും തെരുവുകളിലും മാത്രമാണ് എന്നെപ്പോലുള്ളവരുടെ ജീവിതത്തിൽ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ല. എപ്പോഴെങ്കിലും ഒരു റോസാപ്പൂ കാണുമ്പോൾ എന്നെ ഓർക്കുക. എല്ലാ കേസ് പോലെ ആയി പോവോ സാർ ഇത്? റോസിനെങ്കിലും നീതി കിട്ടുമോ? ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമായിരുന്നു. നമ്മൾ മറന്നു എന്ന് കരുതുന്നു, അല്ലെങ്കിൽ മറന്നുപോയി എന്ന് നടിക്കുന്നു ഒരുപാട് യഥാർത്ഥമായ സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. മഞ്ചക്കാട്, സൂര്യനെല്ലി, കിളിരൂർ ഇവിടെയാണ് കേരളത്തിലെ പ്രമുഖ സ്ത്രീപീഡന കേസുകൾ നടന്നത്. ഫെബ്രുവരി 1, 2011 മഞ്ചക്കാട് സ്വദേശിനിയായ സൗമ്യ പാസഞ്ചർ ട്രെയിനിൽ ദാരുണമായി പീഡിപ്പിക്കപ്പെടുകയും മരണത്തിന് ഇരയാവുകയും ചെയ്തു. വർഷങ്ങളായി കേട്ടുവരുന്ന സൂര്യനെല്ലി സ്ത്രീപീഡന കേസ്. ഇതിൽ പ്രതികളിൽ ചിലർ ഉന്നത പദവികൾ വഹിക്കുന്നവരാണ്. 1996 തുടങ്ങിയ സംഭവ പരമ്പരകൾ 2013 ജനുവരിയിൽ സുപ്രീം കോടതി ഇരയായ പെൺകുട്ടിയുടെയും സർക്കാരിന്റെയും ശുപാർശ കൊണ്ട് ഹൈക്കോടതി വിധി റദ്ദാക്കി പുനഃപരിശോധനയ്ക്ക് അയച്ചു. 2003 കൗമാരപ്രായക്കാരിയ ഷാരി TV സീരിയലുകളിൽ അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനത്തിന്റെ മറവിൽ ലൈംഗിക പീഡനത്തിന് ഇരയായി. ഒരുപക്ഷെ കേരളത്തിൽ നടന്നു വന്ന ഇത്തരം പ്രമുഖ സ്ത്രീപീഡന കേസുകളിൽ സൂര്യനെല്ലി കേസും 8 വർഷങ്ങളായി നീതിക്ക് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഒന്നാണ്. ഇതിൽ ഒതുങ്ങുന്നതല്ല കേരളത്തിലെ പീഡന കഥകൾ. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ലൈംഗിക വൃത്തിക്ക് ഇരയാക്കുന്ന കാട്ടുപോത്തുകളുടെ കഥ പറയാതിരിക്കുന്നതാണ് ഭേദം. 1991 കൂനൻ പോഷ്പാര എന്ന വിദൂര ഗ്രാമത്തിൽ ഇന്ത്യൻ സൈനികർ നടത്തിയ കൂട്ടവേട്ടയിൽ 53 സ്ത്രീകളത്രേ കൂട്ടപാനഭംഗത്തിന് ഇരയായത്. എന്നാൽ ഇന്ത്യൻ സർക്കാരിന്റെ അന്വേഷണങ്ങളിൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. 1970-80 കാലഘട്ടങ്ങളിൽ മഹാരാഷ്ട്രയിൽ നടന്ന 4ഓളം പ്രമുഖ സ്ത്രീപീഡനങ്ങളും മണിപ്പൂർ, ഒറീസ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അവസ്ഥകളും ഇവയിൽ നിന്നും ഭിന്നമല്ല.
അതിക്രൂരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഡൽഹി ഗാങ് റേപ്പ് ചരിത്രം ആവർത്തിക്കുന്നതിന്റെ ഒരു സൂചന മാത്രമാണ്. ഒരു തെരുവ് വിളക്കിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രശ്നങ്ങൾ. ഇതെന്ത് നഗരമാണ്? എന്ത് നശിച്ച മനുഷ്യരാണ് നിങ്ങൾ? ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാകണം. ആ പ്രക്ഷോഭം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇരുട്ട് വീഴും മുമ്പേ ആ നഗരം ജ്വാലകളായി അപ്രത്യക്ഷമാകുന്നതാണ് നല്ലത്. ആവർത്തിക്കുന്ന ചരിത്രവും തണുത്തുറഞ്ഞു പോകുന്ന പ്രക്ഷോഭങ്ങളും ബ്രഹറ്റിന്റെ ഈ വാചകങ്ങളിലെ ചൂടറിയാതെ പോയ സമൂഹത്തിന്റെ പ്രതീകങ്ങളാണ്. 8 വർഷങ്ങളായി കോടതികൾ കയറിയിറങ്ങുന്ന സൂര്യനെല്ലി കേസ്, വർഷങ്ങളോളം കയറിയിറങ്ങാൻ വിധിക്കപ്പെട്ടതുമായ 100ഓളം കേസുകൾ. വരും കാലങ്ങളിൽ ഇവയ്ക്കൊരു മോചനം നമുക്ക് പ്രതീക്ഷിക്കാം. തിന്മയോടുള്ള വെറുപ്പിനെ ഓർമ്മിക്കാതെയും അനീതിയോടുള്ള അമർഷം പുറത്തു കാണിക്കാതെയും മനുഷ്യരുടെ സഹായികളാകാൻ മനുഷ്യർക്ക് മാത്രം കഴിയുന്ന ഈ കാലത്ത് ക്രൂരതയുടെ ഇരകളായി തീർന്ന നമ്മുടെ സഹോദരിമാരെ സഹിഷ്ണുതയോടെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഈ ചിത്രകഥ ഞങ്ങൾ സമർപ്പിക്കുന്നു.